ടാലിയിലെ ഇന്നത്തെ ക്ലാസ്സിൽ ടാലി മാനുഫാക്ചറിങ്ങിൻ്റെ ക്ലാസ്സാണ് പറയാൻ പോകുന്നത്. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഈ ഫാക്ടറിയിലൊക്കെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുക, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് മാനുഫാക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിന് മുമ്പ് ടാലിയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ടാലിയിൽ വരുന്ന മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഓരോ സമയത്തായിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ ഞാൻ ടാലിയുടെ സിലബസ് കാണിക്കുന്നുണ്ട്. ആ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും, നമ്മളെ ക്ലാസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയില്ല, നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. മാനുഫാക്ചറിങ് ആണ് എടുക്കാൻ പോകുന്നത്. ടാലിയിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് നൽകുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുറേ റോ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒന്ന് മോണിറ്ററാണ്, പിന്നെ മൗസ്, കീബോർഡ്, സിസ്റ്റം യൂണിറ്റ്. നമ്മൾ CPU എന്ന് പറഞ്ഞാൽ അതിന് സിസ്റ്റം യൂണിറ്റ് എന്നാണ് പറയാം. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് വരുന്നതാണ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ്. മോണിറ്റർ, മൗസ്, കീബോർഡ്, സിസ്റ്റം യൂണിറ്റും റോ മെറ്റീരിയൽസ് ആണ്. അതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റും. അതുപോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് ആദ്യം ഈ മോണിറ്റർ, മൗസ്, കീബോർഡ്, സിസ്റ്റം യൂണിറ്റ്, ഈ റോ മെറ്റീരിയൽസ് നമുക്ക് ടാലിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ടാലി ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ടാലിയുടെ ഏറ്റവും പുതിയ വേർഷനാണ് ഇത്. 6 ആണ്, ടാലി പ്രൈം 6 ആണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, കമ്പനി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നിങ്ങൾ കമ്പനി എങ്ങനെയാണോ ഉണ്ടാക്കുക അതുപോലെ ചെയ്താൽ മതി. കമ്പനി ക്രിയേഷൻ്റെ ഒക്കെ വീഡിയോ അതിൽ ഓൾറെഡി ഉണ്ട്, ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ഗേറ്റ് വേ ഓഫ് ടാലി ക്രിയേറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ സ്റ്റോക്ക് ഐറ്റം എടുക്കുക. സ്റ്റോക്ക് ഐറ്റം ഇവിടെ വന്നു. ഇനി നമ്മൾ ഓരോ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് പറഞ്ഞ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മോണിറ്ററാണ്. അപ്പോൾ മോണിറ്റർ ചെയ്യാൻ നെയിം എന്നുള്ളടത്ത് നമ്മൾ മോണിറ്റർ എന്ന് കൊടുത്തു. അണ്ടർ എന്നുള്ളടത്ത് നമ്മൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് കൊടുക്കാൻ പോവാണ്. അതിന് ക്രിയേറ്റ് റോ മെറ്റീരിയൽ RM എന്ന് ചെയ്ത് ഞാൻ റോ മെറ്റീരിയൽസ് മാത്രം മതി, സേവ് ചെയ്യുന്നു. ഇനി യൂണിറ്റ്, മോണിറ്ററൊക്കെ യൂണിറ്റ് നമ്പേഴ്സ് ആണല്ലോ, നമ്പേഴ്സ് എന്ന് കൊടുത്തു. ഇനി ഇതിനെ S ആക്കി, സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള S ആക്കി. ഇവിടെ അതിൻ്റെ പർച്ചേസ് പ്രൈസ് കൊടുക്കണം. ഇതിൽ പറഞ്ഞുള്ള പർച്ചേസ് പ്രൈസ് 3000 ആണ്. നമ്മളൊന്ന് 3000 എന്ന് കൊടുത്തു, ഇവിടെ സേവ് ചെയ്തു. ഇങ്ങനെയാണ് റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ വന്ന മൗസ് റോ മെറ്റീരിയൽ യൂണിറ്റ് നമ്പേഴ്സ് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S എന്നാക്കി. ഇവിടെ അതിൻ്റെ മൗസിൻ്റെ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുള്ളത് 600 ആണ്. അപ്പോൾ 600 എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് കീബോർഡ് റോ മെറ്റീരിയലാണ്, യൂണിറ്റ് നമ്പേഴ്സ് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S ആക്കി. കീബോർഡിൻ്റെ പ്രൈസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 800. ആ 800 അതിനോട് കൊടുത്തു, 800, സേവ് ചെയ്തു. ഇനി സിസ്റ്റം യൂണിറ്റ്, CPU എന്ന് പറഞ്ഞ സാധനമാണ് സിസ്റ്റം യൂണിറ്റ് എന്ന് പറയും. റോ മെറ്റീരിയലാണ്, നമ്പേഴ്സ് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S ആക്കി. ഇവിടെ അതിൻ്റെ പർച്ചേസ് പ്രൈസ് കൊടുക്കാൻ പോകണം. പർച്ചേസ് പ്രൈസ് 7000 എന്ന് കൊടുത്തു. ഇനി നമ്മൾ സേവ് ചെയ്തു. ഇങ്ങനെ ആണ് റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഈ റോ മെറ്റീരിയൽസ് എല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ
അത് കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതും ഇതുപോലെ തന്നെയാണ്. നെയിം എന്നുള്ളടത്ത് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു, യൂണിറ്റ് റോ മെറ്റീരിയൽസ് എന്ന് കൊടുത്തു, യൂണിറ്റ് സോറി അണ്ടർ റോ മെറ്റീരിയൽ കൊടുത്തു. റോ മെറ്റീരിയൽ അല്ല, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എഫ് പി എന്ന് കൊടുത്തു, എഫ് പി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു. അണ്ടർ യൂണിറ്റ് നമ്പേഴ്സ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കുറേ റോ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒരു കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ മോണിറ്റർ ഒന്ന് വേണം, മൗസ് ഒന്ന് വേണം, കീബോർഡ് ഒന്ന് വേണം, സിസ്റ്റം യൂണിറ്റ് ഒന്ന് വേണം. ഇതെല്ലാം ഓരോന്ന് വരണം കൂട്ടിച്ചേർത്തിട്ടാണ് കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടർ എന്നുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ റോ മെറ്റീരിയൽസ് വേണം എന്ന് സെറ്റ് ചെയ്യണം. അതിന് നമ്മളിവിടെ സെറ്റ് കമ്പോണൻസ് BOM, ഈ സെറ്റ് കമ്പോണൻസ് BOM ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾ കോൺഫിഗറേഷൻ എടുക്കുക. കോൺഫിഗറേഷൻ F2 ആണ്, F12 ആണ്. ഇതാ ഈ അടിയിൽ കാണിക്കുന്ന F12, F12 പ്രസ് ചെയ്യുക. അതിനകത്ത് ഇവിടെ അങ്ങ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് സെറ്റ് കമ്പോണൻസ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഐറ്റം. സെറ്റ് കമ്പോണൻസ് ബിൽ ഓഫ് മെറ്റീരിയൽ സ്റ്റോക്ക് ഐറ്റം. ഈ സാധനം എസ് ആക്കുന്നു, ഇത് എസ് ആക്കി വെക്കുന്നു. ഇത് ഓൾറെഡി എസ് ആണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പം നെയിം എന്നുള്ളത് എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു, അണ്ടർ എന്നുള്ളത് FP ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു, യൂണിറ്റ് നമ്പേഴ്സ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ സെറ്റ് കമ്പോണൻസ് എന്ന സ്ഥലത്ത് എസ് എന്ന് കൊടുക്കുന്നു. സെറ്റ് കമ്പോണൻസ് BOM എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നാണ്. ഇത് എസ് എന്നാക്കിയതിന് ശേഷം നെയിം ഓഫ് BOM അവിടെ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടൈപ്പ് ചെയ്യുക, കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ എന്ന ഒരു കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ എന്തൊക്കെ വേണം, കീബോർഡ് ഒരെണ്ണം വേണം, മൗസ് മോണിറ്റർ ഒരെണ്ണം വേണം, മൗസ് ഒന്ന് വേണം, സിസ്റ്റം യൂണിറ്റ് ഒന്ന് വേണം. അതായത് ഒരു കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ ഒരു കീബോർഡ് വേണം, ഒരു മൗസ് വേണം, ഒരു മോണിറ്റർ വേണം, ഒരു സിസ്റ്റം യൂണിറ്റ് വേണം. സേവ് ചെയ്തു. ഇങ്ങനെയാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സേവ് ചെയ്യുന്നു. ഈ സൈഡിൽ ടാക്സ് ആണ്, GSTയുടെ ക്ലാസ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അത് പറയുന്നില്ല, നേരെ സേവ് ചെയ്യാൻ പോവാം. അങ്ങനെ കമ്പ്യൂട്ടറാണ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റാണ്, അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങണം. റോ മെറ്റീരിയൽസ് വാങ്ങാൻ പർച്ചേസ് ചെയ്യുന്ന വൗച്ചറിലാണ്. ഗേറ്റ്വേ ഓഫ് ടാലി വൗച്ചേഴ്സ്, ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് എടുക്കുന്നു. പർച്ചേസിൻ്റെ കീ F9 ആണ്, F9 ആണ്. F9 പർച്ചേസ് പ്രസ് ചെയ്തു. ഇവിടെ നമ്മളൊരു ചോദ്യമായി കൊടുത്തിട്ടുള്ളത് റോ മെറ്റീരിയൽസ് വാങ്ങാൻ പറയുന്നത് എല്ലാം 10 നമ്പറാണ് വാങ്ങാൻ പറയുന്നത്. കീബോർഡ് 10, മോണിറ്റർ 10, മൗസ് 10, സിസ്റ്റം യൂണിറ്റ് 10, എല്ലാം 10 വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് എടുത്തു, F9 ആണ്. ഇവിടെ നമ്മൾ ക്യാഷിന് കൊടുത്തു, ക്യാഷിന് വാങ്ങുമ്പോൾ ക്യാഷിന് കൊടുത്തു, സേവ് ചെയ്തു. ഇവിടെ നമ്മൾ പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് എന്ന ലെഡ്ജർ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാർട്ടി AC നെയിം, പാർട്ടി അക്കൗണ്ട് നെയിം എന്ന് കൊടുത്ത് ഞാൻ ക്യാഷ് എന്ന് കൊടുത്തു. പർച്ചേസ് ലെഡ്ജറിൻ്റെ അവിടെ എന്ത് ചെയ്തു, പർച്ചേസ് എന്ന് കൊടുത്തു. ഇനി നെയിം ഓഫ് ഐറ്റം എന്നുള്ളടത്ത് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ മോണിറ്റർ വാങ്ങാണ്, മോണിറ്റർ 10, പിന്നീട് മൗസ് അതും 10, പിന്നെ കീബോർഡ് അത് 10, പിന്നെ സിസ്റ്റം യൂണിറ്റ് അതും 10, എല്ലാം 10 വീതം വാങ്ങുകയാണ്. അപ്പോൾ എല്ലാം 10 വീതം വാങ്ങി സേവ് ചെയ്യാം. എൻ്റർ ചെയ്തങ്ങ് പോവുക, സേവ് ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, റോ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തു, വാങ്ങി. അത് F9 ചെയ്ത്, F9 പർച്ചേസാണ്, സേവ് ചെയ്തു. ഇനി ഈ റോ മെറ്റീരിയൽസ് വാങ്ങിയതിന് ശേഷം ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 4ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞിട്ട് മാനുഫാക്ചറിങ് ട്രാൻസാക്ഷൻ, എങ്ങനെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാം, മാനുഫാക്ചറിങ് ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ചോദ്യം 5 കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞത്. 5 കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിച്ചു. അതിൽ അഡീഷണൽ കോസ്റ്റ് ആയിട്ടൊരു വേജസ് 1000 രൂപയും പാക്കിംഗ് ചാർജിൻ്റെ 5% തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ജോലിക്കാർ വേണം. അപ്പോൾ അവർക്ക് കൂലി കൊടുക്കണം. അത് ഒരു 1000 രൂപ കൂലി ചിലവ് വന്നു, വേജസ് വന്നു. പിന്നെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5%
പാക്കിംഗ് ചാർജും വന്നു. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് 5 കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാനാണ് പറയുന്നത്. ഈ 5 കമ്പ്യൂട്ടർ എങ്ങനെ നിർമ്മിച്ചു എന്ന് കാണിക്കണം ഈ ടാലിയിൽ. അത് വൗച്ചറിൽ തന്നെയാണ്, ഗേറ്റ് വേ ടാലി വൗച്ചറിൽ തന്നെയാണ്. ഗേറ്റ് വേ ടാലി വൗച്ചറിൽ നമ്മൾ സ്റ്റോക്ക് ജേണൽ എടുക്കുക. സ്റ്റോക്ക് ജേണലിൻ്റെ കീ ആൾട്ട് F7 ആണ്. സ്റ്റോക്ക് ജേണൽ ആൾട്ട് F7. എല്ലാം നിങ്ങൾ അതർ വൗച്ചറിൽ പോയിട്ട് എടുത്താലും മതി. F10 അടിക്കുക. അതർ വൗച്ചറിലുണ്ട് സ്റ്റോക്ക് ജേണൽ. ഇതാ അതർ വൗച്ചറിൽ സ്റ്റോക്ക് ജേണൽ. അതർ വൗച്ചർ കിട്ടാൻ എന്ത് ചെയ്യാം? F10 പ്രസ് ചെയ്യുക. F10 പ്രസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇങ്ങനെ ഒരു ലിസ്റ്റ് വരും. ഈ ലിസ്റ്റിൽ എന്തുണ്ട്? സ്റ്റോക്ക് ജേണലുണ്ട്. അതിൻ്റെ കീ ആൾട്ട് F7 ആണ്. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ മോഡലൊന്ന് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചേഞ്ച് മോഡ് ഉണ്ട്. കൺട്രോൾ H ആണ് കീ. ചേഞ്ച് മോഡ് കൺട്രോൾ H പ്രസ് ചെയ്യുന്നു. ഇതിലുണ്ട് യൂസ് ഫോർ മാനുഫാക്ചറിങ് ചാനൽ. യൂസ് ഫോർ മാനുഫാക്ചറിങ് ചാനൽ എടുക്കുന്നു. ഇനി ഇവിടെ നെയിം ഓഫ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പ്യൂട്ടറാണ്, അത് കണ്ടു കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉൽപ്പാദിപ്പിക്കുന്നു? 5 എണ്ണമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ട് 5 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാ റോ മെറ്റീരിയൽസും വരും. 5 എണ്ണം വീതം വന്നു. അതായത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ഒരു മോണിറ്ററും ഒരു കീബോർഡ് ഒരു മൗസൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 5 കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് വേണം. 5 മോണിറ്ററും 5 കീബോർഡും 5 മൗസും 5 സിസ്റ്റം യൂണിറ്റ് ഒക്കെ വേണം. ഇനി ഇങ്ങനെ വന്നു. ഇതിൻ്റെ അഡീഷണൽ കോസ്റ്റ് കൊടുക്കൽ ഇങ്ങോട്ട് വന്ന് താഴെ ഈ സൈഡിലെ ടൈപ്പ് ഓഫ് അഡീഷണൽ കോസ്റ്റ്. ടൈപ്പ് ഓഫ് അഡീഷണൽ കോസ്റ്റിൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് വേജസ് 1000, പാക്കിംഗ് ചാർജ് 5%. ഇവിടെ നമ്മൾ ആൾട്ട് C അടിച്ചു പുതിയ ലെഡ്ജർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേജസ് ഒക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മാനുഫാക്ചറിങ്ങിൻ്റെ കൂടെ എന്ത് എക്സ്പെൻസ് വന്നാലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ നമ്മൾ 1000 രൂപയാണ് പറഞ്ഞത്. ഇപ്പുറത്തേക്ക് എൻ്റർ അടിച്ചിട്ട് ഇവിടെ 1000 എന്ന് കൊടുക്കുന്നു. ഇനി പറഞ്ഞ് പാക്കിംഗ് ചാർജാണ്. ആൾട്ട് C പ്രസ് ചെയ്തു. ആൾട്ട് C പ്രസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പാക്കിംഗ് ചാർജ് എന്ന ലെഡ്ജർ ഉണ്ടാക്കി. ഡയറക്റ്റ് എക്സ്പെൻസ് ആണത്. എൻ്റർ ചെയ്ത് പോകുന്നു. ഇത് ശതമാനമാണ് പറയുന്നത്, 5%. അതുകൊണ്ട് ഇവിടെ ഈ പേഴ്സൻറ്റേജിൻ്റെ താഴെ 5 എന്ന് കൊടുത്തു സേവ് ചെയ്യാം. ഇതാണ് മാനുഫാക്ചറിങ്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏറ്റവും അവസാനം കാണിക്കുന്ന സംഭവങ്ങളെന്ന് പറയാം. ടോട്ടൽ അഡീഷണൽ കോസ്റ്റ്, അതായത് നേരത്തെ നമ്മൾ കൊടുത്ത വേജസും പാക്കിംഗ് ചാർജും കൂടി ആഡ് ചെയ്ത പൈസയാണ് ഇവിടെ കാണിക്കുന്നത്. 3850 രൂപ. ഈ രണ്ട് പ്രൈസാണത്. 3850. എഫക്റ്റീവ് കോസ്റ്റ് എന്നുള്ളത് 60850 എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് വന്ന ചിലവാണ് എഫക്റ്റീവ് കോസ്റ്റ്. അതുപോലെ അലോക്കേഷൻ ടു പ്രൈമറി ഐറ്റം എന്നുള്ളത് രണ്ടും ഒരേ സംഖ്യയാണ് കാണിക്കുന്നത്. ഇത് രണ്ടും 5 എണ്ണത്തിൻ്റെ പൈസയാണ് കാണിക്കുന്നത്. ഏറ്റവും അവസാനം എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം. എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം 12170 എന്ന് കാണിക്കുന്നുണ്ട്. അത് ഒരു കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ വന്ന ചിലവാണ്. ഒരു കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ എത്ര ചിലവായി എന്ന് ചോദിച്ചാൽ ഈ ഏറ്റവും അവസാനം കാണുന്ന പ്രൈസാണ് നമ്മൾ പറയേണ്ടത്. അതായത് എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം ഈ 12170 ഒരെണ്ണം ഉൽപ്പാദിപ്പിക്കാൻ ഇത്രയും ചിലവായിട്ടുണ്ട്. സേവ് ചെയ്യുന്നു. ഇതാണ് മാനുഫാക്ചറിങ്. ഇനി മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് വിൽക്കുകയാണ് വിചാരിച്ചോളൂ. നോക്കൂ, 3 എണ്ണം വിൽക്കുകയാണ്. ഇവിടെ നമ്മൾ 1000 രൂപ ലാഭം കൂട്ടിയിട്ട് വിൽക്കാനാണ് പറയുന്നത്. 1000 രൂപ ലാഭം കൂട്ടിയിട്ടാണ് വിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഒന്നിൻ്റെ വില 12170 ആണല്ലോ. ഇതിൻ്റെ കൂടെ 1000 കൂട്ടി വിൽക്കുമ്പോൾ എത്ര വരിക? 13170 വരും. 12170 രൂപ നമ്മളെ ചിലവായ പൈസയാണ്, ഉൽപ്പാദിപ്പിക്കാൻ ചിലവായ പൈസയാണ്. അതിൻ്റെ കൂടെ 1000 കൂടി കൂട്ടിയിട്ടാണ് വിൽക്കാൻ പറയുന്നത്. അപ്പോൾ 13170 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുക. അപ്പോൾ വിൽക്കുമ്പോൾ എന്താ ചെയ്യുക? വിൽക്കുന്നത് എങ്ങനെ ചെയ്യുക? സെയിൽസിലാണ് ചെയ്യുക. സെയിൽസ് ആണ് F8 ആണ്. സെയിൽസ് എന്നുള്ളത് F8 പ്രസ് ചെയ്യുക. ഞാൻ ക്യാഷിനാണ് വിൽക്കുന്നത്. ക്യാഷ് എന്ന് കൊടുക്കുന്നു. എൻ്റർ അടിച്ചിങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടെ ലെഡ്ജർ സെയിൽസ് ലെഡ്ജർ അവിടെ സെയിൽസ് എന്ന് കൊടുക്കുന്നു. അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഇനി ഇവിടെ കമ്പ്യൂട്ടറാണ് വിൽക്കുന്നത്. കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. 5 എണ്ണം വിൽക്കുന്നു. ഇവിടെ നമ്മൾ 13710 രൂപ എന്ന് കൊടുക്കുന്നു. 13710 രൂപയാണ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇതാണ് മാനുഫാക്ചറിങ്ങും ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിപ്പിച്ചത് ഇതിൽ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറഞ്ഞു. റോ മെറ്റീരിയൽസ് സാധാരണ പ്രോഡക്റ്റ് തന്നെയാണ്. ഗേറ്റ് വേ ടാലി, ക്രിയേറ്റ്, സ്റ്റോക്ക് ഐറ്റം.
ഇവിടെ സാധാരണ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും പോലെ ക്രിയേറ്റ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് സാധാരണ ഇതുപോലെ സിസ്റ്റം യൂണിറ്റ്, മൗസ്, കീബോർഡ് എല്ലാം ഉണ്ടാക്കുക. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഔട്ട്പുട്ട് പ്രോഡക്റ്റ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യണം, BOM ആക്കി വെക്കണം. ആക്കിയിട്ട് അതിൻ്റെ ഇവിടെ കമ്പ്യൂട്ടർ കൊടുക്കുന്നു, ഇവിടെ 1 എന്ന് കൊടുക്കുന്നു, ഇവിടെ എല്ലാ റോ മെറ്റീരിയൽസും കൊടുക്കും, സേവ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്തത്. പിന്നെ മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ പഠിപ്പിച്ചു. പ്രൊഡക്റ്റ് സാധാരണ പർച്ചേസ് ചെയ്യുമ്പോൾ F9 പോയി ചെയ്താൽ മതി. മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റോക്ക് ജേണലാണ്. സ്റ്റോക്ക് ജേണൽ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഇതുപോലെയാണ് വരിക. സ്റ്റോക്ക് ജേണൽ ഇവിടെ നമ്മൾ Ctrl+H പ്രസ് ചെയ്തിട്ട് യൂസ് ഫോർ മാനുഫാക്ചറിങ് ജേണൽ എന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെയിം ഓഫ് പ്രൊഡക്റ്റ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുന്നു, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണം കൊടുക്കുന്നു, ഈ താഴെ ഭാഗത്ത് അഡീഷണൽ കോസ്റ്റ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എന്താ പറയുക, ഒന്നിൻ്റെ ഒരു എണ്ണം ഉണ്ടാക്കാനായ ചെലവ് എന്ന് പറഞ്ഞാൽ 12,170 അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ 12,170, സോറി ഇവിടെ മാറിയിട്ടുണ്ട്, 13,170 വരിക കേട്ടോ. വിൽക്കുമ്പോഴുള്ള പൈസ 13,170 വരിക. ഒരു 1000 രൂപ ലാഭം കൂട്ടിയിട്ടാണ് വിൽക്കാൻ പറഞ്ഞത്. 1000 രൂപ ലാഭം കൂട്ടുമ്പോൾ 13,000 മാറും അല്ലേ? എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ നൽകുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ ടാലിയുടെ ഫുൾ സിലബസ് കാണിച്ചു തരുന്നുണ്ട്. ഒരു PDF ഇതിൻ്റെ കൂടെ, വീഡിയോയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ഈ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും കൂടി ഉപകാരമായിക്കോളും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിചാരിക്കുകയാണ്. താങ്ക് യു.